നമ്മളുടെ റൈറ്റ് സൈഡ് നിങ്ങൾ എല്ലാവരും ഇരിക്കുകയാണല്ലോ, ഒന്ന് എണീറ്റ് നമ്മളുടെ ബാരിക്കേഡിന് അടുത്തേക്ക് വരുമോ? ആൻഡ് can we have the light to the top? ആദ്യ വരവിൽ എഴുതിക്കൂട്ടി തൂക്കിയെടുത്ത 460 കിലോയുടെ തൂക്ക മത്സരമായിരുന്നുവെങ്കിൽ ഇക്കുറി തൂക്കമില്ലാത്തവരുടെ പോരാട്ടമാണ്. 100 കിലോ തുടങ്ങി 147 കിലോ വരെയുണ്ട് ഓരോരുത്തർ. കാഴ്ചയിൽ തന്നെ ചിലരെയൊക്കെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട്. ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈ ഒരു ഡാൽമിയ സിമൻസ് കരുത്തിൻ്റെ പോരാട്ടത്തിലെ ഹെവി വെയിറ്റ് മല്ലന്മാരുടെ മത്സരത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. ഒരു പുറത്ത് കൃത്യം തൂക്കമൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഒരു കയ്യടി കൊടുക്കാക്കി 3-ാം നമ്പറിൽ പിടിക്കുന്ന ഷെബിലിന്റെ തൂക്കം പറയാമോ ആർക്കെങ്കിലും? വെള്ളക്കുപ്പായത്തിൽ 3-ാം നമ്പറിൽ പിടിക്കുന്നയാളുടെ തൂക്കം ഒന്ന് ഗസ് ചെയ്യാമോ ആരെങ്കിലും? ഇനി 1 തുടങ്ങി 200 വരെ വെറുതെ എണ്ണിപ്പോണ്ട. 157 കിലോഗ്രാം. ഷെബിലിന് നാണാവുന്നുണ്ട്. കൈയടിക്ക് മാത്രമേ പാടുള്ളൂ. ഒരു വശത്ത് മിഡിൽ ഈസ്റ്റ് വേങ്ങൂർ മലപ്പുറം, മറുപുറത്ത് അഗെയിൻ കൊണ്ടോട്ടി മലപ്പുറം. മിഡിൽ ഈസ്റ്റ് വേങ്ങൂരിന്റെ കായിക താരങ്ങളാണ് ഷിഹാബും ഷെബിലും എല്ലാം പടനയിച്ച് കയറി പോകുന്നത്. മറുപുറത്ത് ഷബീറും കോട്ടൻ കളിയാവേശത്തിന്റെ തീരത്തേക്ക്. ഇത് മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും കായിക താരങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ടാണ് 2 ടീമുകളും കടന്നു വന്നിരിക്കുന്നത്. ഡാൽമിയയ്ക്കും അഭിമാനിക്കാം. ആദ്യം ഹെഡ് പറഞ്ഞു വെച്ചതും മലപ്പുറവും കോഴിക്കോടുമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ജില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വടംവലിയുടെ അവസാന കൊട്ടിക്കലാശം. ഈ മത്സരത്തിലേക്കില്ല. ഒരു ബെസ്റ്റ് ഓഫ് 3 പോരാട്ടത്തോടെ ഈ കളിക്കളം ഇവിടെ തുടങ്ങി അവസാനിക്കും. പിന്നെ സ്റ്റേജിൽ അമൃതം രമയ വീണ്ടും നിങ്ങളെ കാത്തിരിക്കുന്നു. മത്സരം ആരംഭിക്കുന്നു. ടീമുകൾ തയ്യാറാവും. ഇപ്പോഴാണ് കളമൊക്കെ ഒന്ന് അനങ്ങിയത്. നിങ്ങളുടെ കയ്യടിയും കൂടി ആയിക്കോട്ടെ. അവിടെ തൂക്കവലിയിൽ മത്സരിച്ച 1-ാം 2-ാം സ്ഥാനക്കാർ യുവതാര നടുവിൽ താറ്റിയാണ് കണ്ണൂർ, റെഡ് ഫോർട്ട് ചെറുപ്പളശ്ശേരി. 2 ടീമിന്റെയും മുഴുവൻ കായിക താരങ്ങളും കോച്ചും എത്രയും വേഗം സ്റ്റേജിലേക്ക് കയറിയെത്തും. ആ കൈയടിച്ചതിനെ കൊടുക്കുക. കാട്ടാനകളെ വരെ കെടിവെച്ച് പിടിക്കുന്ന വേട്ടക്കാരെ പോലെ എതിർകോട്ട പിടിച്ചെടുക്കാൻ 2 ടീമുകൾ. ഏതാണ്ട് കുട്ടിക്കൊമ്പന്മാരിങ്ങനെ കുണങ്ങിച്ചിരിച്ച് കടന്നു വരുന്നത് പോലെ കളിക്കളത്തിലേക്ക് കടന്നെത്തി. കുട്ടിയാന കൂട്ടങ്ങൾ മുഖാമുഖം ഒരു പോരാട്ടത്തിന് കളമൊരുക്കുന്നത് പോലെ തന്നെ പടനയിച്ച് കയറിപ്പോകാം. ഓറഞ്ച് വിസ്മയങ്ങൾ സമ്മാനിക്കാൻ ഒരു പുറത്ത് എഗെയിൻ കൊണ്ടോട്ടിയുടെ മണ്ണിൽ നിന്ന് കൊണ്ടും കൊടുത്തും ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു വന്നവർ എഗെയിൻ കൊണ്ടോട്ടി. മറുപുറത്ത് മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് വർക്ക്സ് വേങ്ങൂർ. മലപ്പുറത്തിന്റെ
പോരാട്ട ഭൂമികയിൽ നിന്ന് ഒരുപക്ഷെ ഇന്ന് കേരളക്കരയിൽ വടംവലിയുടെ താര സിംഹാസനം അരക്കിട്ട് ഉറപ്പിക്കുന്ന വെള്ള കുപ്പായക്കാരാണ് ഒരു പുറത്ത് മത്സരിച്ച് കയറുന്നത്. കളിയാവേശത്തിന്റെ നടുത്തളത്തിലേക്ക് അവരോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒട്ടും പിന്നിലല്ലാത്ത കളിക്കൂട്ടുകാരെ ചേർത്ത് കെട്ടി മറുപുറത്ത് എഗെയിൻ കൊണ്ടോട്ടിയുടെയും പോരാട്ടം. കൈയടിച്ചിട്ട് സ്വീകരിച്ചുള്ളവർ 10 അടിയുടെ വിജയദൂരമാണ്. ആറ്റിക്കുറുക്കിയെടുത്ത പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് ഈ കടൽക്കരയിൽ തിരമാലകൾ ആർത്തലച്ച് കടന്നു വരുന്ന വേദിയിൽ വിരിച്ചുറപ്പിച്ച കളിക്കൂടാരത്തിന്റെ നടുത്തളത്തിലൂടെ നടന്നു കയറി പോകാൻ മൂസാക്കയും കൂട്ടരും ഒരു ഭാഗത്തെന്നാൽ വീണ്ടും തങ്ങളുടെ തനത് രൂപവും ഭാവവും കൈകാലുകളിലേക്ക് ആവാഹിച്ച് പത്തി വിടർത്തിയാടുന്ന കരിനാഗങ്ങളെ പോലെ 14 പോരാളി കൂട്ടങ്ങൾ ആവേശത്തിന്റെ പടയോട്ടത്തിലേക്ക് കുണുങ്ങി ചിരിച്ചൊഴുകുന്ന കുന്തിപ്പുഴ കണക്കെ ഈ പടക്കളത്തിലേക്ക് ചിരിയിൽ ചിലങ്ക കെട്ടിയ നെല്ലിപ്പുഴയെല്ലാം താണ്ടി ആവേശത്തിന്റെ കടലോരം തീർന്ന് പടക്കളം തീർത്ത് കടന്നെത്തി നമ്മുടെ മാമുക്കോയുടെ നാട്ടിലേക്ക് കാലിക്കൂത്തിന്റെ മണ്ണിലേക്ക് കളിയാരവത്തിന്റെ ആവേശത്തിന് കമ്പക്കെട്ടുകൊണ്ട് തിരികെടുക്കാൻ കടിയടിച്ചു. ഇത് ഉറകളിയല്ല കൂടുതൽ, ഇതൊരു തീക്കളിക്ക് സമാനമായ പോരാട്ടത്തിന് കടക്കൂട്ടുക. കാറ്റ് നിറച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന ഒരു പോരാട്ടം. ആരവം മുഴങ്ങുന്ന പടക്കളം അവസാന ഇഞ്ചിലേക്ക് നടന്ന് കയറാൻ കൊണ്ടോട്ടി മുന്നോട്ടോ മറുപുറത്ത് വേങ്ങൂർ മുന്നോട്ടോ. കയ്യടിച്ച് ആദ്യ സെറ്റ് കൈപ്പിടിയിൽ ഒതുക്കി എഗെയിൻ കൊണ്ടോട്ടി. 157 കിലോയിൽ നല്ല കാര്യം മനസ്സിലായില്ലേ? ഇരു ടീമുകൾ തയ്യാറാവുക. മത്സരമാരംഭിക്കും.
ആദ്യ സെറ്റ് പോരാട്ടം ആവേശകരമായി കൈപ്പിടിയിൽ ഒതുക്കിയാണ് കൊണ്ടോട്ടിയുടെ കളിക്കൂട്ടുകാരുടെ വരവ്. കെട്ടുപൊട്ടിപ്പോയൊരു പൊട്ടം കണക്ക് കളിക്കളത്തിലേക്ക് നടന്നു കയറാൻ മറുപുറത്ത് മെഡലിസ്റ്റ് വേങ്ങൂരിന്റെ പടയാളി കൂട്ടങ്ങൾ. വടംവലിയുടെ ഒരു വലിയ സൗന്ദര്യം കളിക്കളത്തിലേക്ക് പകർത്തി എഴുതുകയാണ് രണ്ട് ടീമുകൾ. ആവേശത്തിന്റെ പോലീസയ്ക്ക് കളമൊരുക്കുന്ന കടങ്ങൾ കൂട്ടങ്ങളെന്നാൽ അരയ്ക്ക് വട്ടം കെട്ടിയ തോർത്ത് പൊട്ടിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും? അതും കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ആളുടെ തന്നെ. അതുകൊണ്ടാകാൻ തോറ്റുപോയത് എന്ന് കരുതുന്നു. രണ്ട് ടീമിനും നിറഞ്ഞൊരു കൈയടി കൊടുത്ത് ഒന്ന് സ്വീകരിക്കാൻ നമുക്ക്. ഏതായാലും കായിക പ്രേമികളുടെ മനസ്സിലേക്ക് ഒരു ചെറിയ കാര്യത്തെ കൂടി അറിയിക്കുകയാണ്. വടംവലി എന്നത് വലിയൊരു വികാരമാണ്. അതിന് പ്രായം ഒരു പ്രശ്നമേ അല്ല. ഇപ്പോൾ ജയിച്ചു പോയ ടീമിന്റെ ഏറ്റവും അവസാന നമ്പറിൽ 7-ാം നമ്പറിൽ നരച്ച താടിയുമായി കടന്നു വരുന്ന ആ കളിക്കൂട്ടുകാരന്റെ പ്രായം 55 എന്നുള്ളത് ഒരു സംഖ്യ മാത്രമാക്കിയാണ് മൂസാക്ക കടന്നു പോകുന്നത്. പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് നിറഞ്ഞൊരു കയ്യടി കോഴിക്കോട് കൊടുക്കുക. കൊണ്ടോട്ടിക്കാരനാണ് അത്. താങ്ക് യു. ഇതൊക്കെയാണ് ഡാൽമിയ സിമൻസ് കരുത്തിന്റെ പോരാട്ടത്തിനിവിടെ തിരിശീല വീഴുന്നു. ഇനി നമ്മുടെ 4 ടീമുകളെയും ചെറുതായി ആദരിക്കുന്ന ചടങ്ങ് എത്രയും വേഗം എത്തിച്ചേരുക. റെഡ് ഫോഴ്സ് ചെറുപ്പശ്ശേരി, പാലക്കാട്, യുവധാര നടുവിൽ താറ്റിയാട്, കണ്ണൂർ. 14 കായിക താരങ്ങളും 2 പരിശീലകരും വേഗം സ്റ്റേജിലേക്ക് കടന്നു വരും.